ജർമ്മനിയിലെ മഗ്ഡൻബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. 68 പേർക്ക് പരിക്ക്. കാർ ഓടിച്ച സൗദി പൗരൻ പോലീസിന്റെ പിടിയിലാണ്. 2006 മുതൽ ഇയാൾ ജർമ്മനിയിൽ ഡോക്ടറാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ഈ ആക്രമണത്തിൽ ഒരു അട്ടിമറി സാധ്യത, ആസൂത്രണം ഉണ്ട് എന്ന് തന്നെയാണോ പോലീസിന്റെ നിഗമനം? തീർച്ചയായും രോഹിണി, ജർമ്മൻ പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിവേഗതയിൽ ഇത്തരത്തിൽ ക്രിസ്മസ് മാർക്കറ്റ് നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ക്രിസ്മസ് മാർക്കറ്റുകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ക്രിസ്മസ് മാർക്കറ്റുകളെയും അതുപോലെ തന്നെ ഈ ആഘോഷങ്ങളുടെ സമയത്തുണ്ടാകുന്ന മാർക്കറ്റുകളുടെയും ഒരു സ്വഭാവം റോഡിലുമെല്ലാം തന്നെ തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിവേഗതയിൽ ഈ കാർ ജനങ്ങൾക്കിടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. നമുക്കറിയാവുന്നതാണ് ജർമ്മനിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ചില പ്രത്യേകതകളെല്ലാം തന്നെയുണ്ട്. ജർമ്മനിയിൽ ഈ ഹോൺ ഉപയോഗിക്കുന്നത്, അതായത് വാഹനങ്ങളുടെ ഹോണുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണമുള്ള ഒരു പ്രദേശം കൂടിയാണ്. ആ സാധ്യത കൂടി ഇയാൾ മുതലെടുത്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഹോൺ മുഴക്കാതെ പാഞ്ഞു വന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളിൽ നിന്നെല്ലാം തന്നെ സൂചനകൾ വരുന്നത്. എന്നാൽ അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു അതിവേഗതയിൽ കാറ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക്, ഇത്തരത്തിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞതിനിടയിലേക്ക് പാഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മരണത്തിന് വഴിവെക്കുകയും അതുപോലെ 2 പേരുടെ മരണത്തിനും 68 എന്നാണ് അല്പസമയം മുമ്പ് വരെ നമുക്ക് ലഭ്യമായ റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലും കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയും വലിയ ജനത്തിരക്കുള്ളൊരു പ്രദേശത്തേക്കാണ് ഈ കാർ പാഞ്ഞു കയറിയത് അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്ന നിലപാടാണ് ജർമ്മനിക്കുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ തുടരുന്നുണ്ട്. പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ്, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ 2006 മുതൽ അവിടെ പ്രവർത്തിക്കുന്ന സൗദി പൗരനായ ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ ഏത് രീതിയിലാണ് ഈ ആക്രമണത്തിലേക്ക് വഴിവെച്ചത്? അത് മയക്കുമരുന്നിൻ്റെ ഉപയോഗമാണോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാമാണ്? അതായത് എല്ലാ സാധ്യതകളും പരിശോധിക്കും. അതിനുശേഷം വ്യക്തമായൊരു നിഗമനത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ജർമ്മനിയിലെ പോലീസ് അനൗദ്യോഗികമായി നൽകുന്ന സൂചന. മാത്രമല്ല ഓലാഫ് സ്കോൾസ്, അത് ജർമ്മൻ ചാൻസലർ പ്രദേശം സന്ദർശിക്കുമെന്നുകൂടി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാം റിപ്പോർട്ടുകൾ, അടിസ്ഥാനപരമായി റിപ്പോർട്ടുകളെല്ലാം തന്നെ, വിവരങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ചില ആകുലതകൾക്കുള്ള സാഹചര്യം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതീവ ഗുരുതരമായൊരു സാഹചര്യം ജർമ്മനിയിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ 2 പേർ മരിച്ചു, 68 പേർക്ക് പരിക്കേറ്റുവെന്ന് ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നുണ്ട്. ഒരു കുട്ടിയാണ് മരിച്ചവരിൽ ഒരാൾ എന്നും സ്ഥിരീകരണവും വരുന്നുണ്ട്. ഇത്തരത്തിൽ ക്രിസ്മസ് മാർക്കറ്റുകൾ, ഇനി തിരക്കേറുന്ന ക്രിസ്മസ് മാർക്കറ്റുകളെ കേന്ദ്രീകരിച്ച് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായേക്കാമോ എന്ന ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ജർമ്മൻ പോലീസിന് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. രോഹിണി, ശരിയായി സൺ. ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞുകയറി 2 മരണം, 68 പേർക്ക് പരിക്ക്. കാർ ഓടിച്ച സൗദി പൗരൻ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി ജർമ്മനിയിൽ തന്നെ ഉള്ളതാണ്, ഡോക്ടറാണ് എന്നുള്ള പ്രാഥമിക വിവരങ്ങളും വരുന്നുണ്ട്.